ഇസ്രായേൽ ജനത അനുഭവിച്ച അടിമത്തത്തെ തങ്ങളുടെ ഉറച്ച വിശ്വാസത്തിലൂടെ മറികടന്ന് ഹൃദയഹാരിയായി യാത്രയിലേക്ക് ഏവരെയും നന്ദിനെ വിളിച്ച് സ്വാഗതം ചെയ്യും. ബാബിലോണിയ ഒരു ദൃശ്യാവിഷ്കാരം. രാജാവാണ് നബൂഖദ്നേസർ രണ്ടാമൻ ജെറുസലേമിനെ ആക്രമിച്ച് കീഴടക്കിയത് BC 586 ഒരിക്കൽ മഹത്തായ ഒരു രാജ്യം പൊളിഞ്ഞതിനെ വീണുടക്കി. ജെറുസലേമിലെ ഉന്നതരായ നിവാസികളും വിദഗ്ധരായ തൊഴിലാളികളും ഉൾപ്പെടെ എല്ലാവരും ബാബിലോണിലേക്ക് ബന്ദികളാക്കപ്പെട്ടു. ബാബിലോണിയയിലേക്ക് 100 കണക്കിന് മൈലുകൾ താണ്ടിയുള്ള യാത്ര വളരെ കഠിനമായിരുന്നു. ബാബിലോണിയയിലെത്തിയപ്പോൾ പലരും അടിമകളാക്കപ്പെട്ടു. വയലുകളിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലും വീടുകളിലും ജോലി ചെയ്യേണ്ടിവന്നു. അവരുടെ കഴിവും അറിവും എല്ലാം ചൂഷണം ചെയ്യപ്പെട്ടു. അടിമത്തത്തിലെ ജീവിതം നിരന്തരമായ പോരാട്ടമായിരുന്നു. എന്നാലും അവരുടെ ദൈവത്തിലുള്ള വിശ്വാസം തകർന്നില്ല. അവർ തങ്ങളുടെ വിശ്വാസവും പാരമ്പര്യവും മുറുകെ പിടിച്ചു. ഇസ്രായേലുകൾ പ്രാർത്ഥിക്കുകയും ദൈവ സംരക്ഷണം നേടാൻ ഒരുമിച്ച് കൂടി. അടിമത്തത്തിലെ ജീവിതം നിരന്തരമായ പോരാട്ടമായിരുന്നു. ഇസ്രായേൽക്കാർ പ്രാർത്ഥിക്കുവാനും ദൈവ സംരക്ഷണം നേടാനും ഒരിക്കൽ കൂടി ഗ്രഹിച്ചു. We shall overcome.
തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളിൽ തങ്ങളുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഇസ്രായേലിലേക്ക് മടങ്ങി വരനായി കാത്തിരിക്കുന്നു. അവസാനം ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുന്നു. 70 വർഷങ്ങൾക്ക് ശേഷം പേർഷ്യൻ രാജാവായ സൈറസ് ഇസ്രായേൽക്കാരെ ജെറുസലേമിലേക്ക് മടങ്ങാൻ അവരുടെ ദൈവാലയം പുനർനിർമ്മിക്കുവാൻ അതനുസരിച്ച് കൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു. Isaiah says God chosen, held him by his right hand to conquer Babylon and free his people. King Cyrus of Persia, King Cyrus the chosen. അത് ഇസ്രായേൽ ജനതയുടെ അടിമത്തത്തിന്റെ അവസാനവും അവരുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായവും തുടക്കമായി. ജെറുസലേമിലേക്കുള്ള അവരുടെ മടക്കയാത്ര ശാരീരികവും ആത്മീയവുമായ ഒരു യാത്ര തന്നെയായിരുന്നു. ദൈവിക മാർഗനിർദ്ദേശത്തോടു കൂടി തങ്ങളുടെ നഗരം പുനഃസ്ഥാപിക്കുകയും ആരാധനാലയങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. Yes, the secret always is that the Comforter abides in me. I'm rejoicing night and day as I walk the narrow way, for the hand of God and all my life I see. ബാബിലോണിലെ ഇസ്രായേലിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവവിശ്വാസം കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ്. ഒരു ജനതയുടെ വിശ്വാസവും പ്രത്യാശയും അത് ദൈവത്തിലുള്ളതാണെങ്കിൽ നമ്മെ നിലനിർത്തുന്നതാണ്. ഇസ്രായേൽ ബാബിലോൺ അടിമത്തത്തിൽ ഈ യാത്ര അവസാനിക്കുമ്പോൾ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഈ പാഠത്തെ ഈ കാലത്ത് നമുക്ക് മുറുകെ പിടിക്കുന്നുണ്ട്. പിന്നണിയിൽ പ്രവർത്തിച്ച കഥ ദൃശ്യ സംവിധാനം ശ്രീ ഐൻസ്റ്റീൻ എസ് പെരേര, തിരക്കഥ സഹസംവിധാനം ശ്രീമതി ഡോളി എസ് എം, പശ്ചാത്തല സംഗീതം ശ്രീ പൊട്ടം ആൻഡോ വിജയ്, ശബ്ദം ഒപ്പം ഗാനങ്ങൾ ഡോക്ടർ ബിന്ദു ഗൗരി, അഭിനയിച്ചവർ സൈറസ് രാജാവ് ശ്രീ വൈജു ഡൊമിനിക്, പഠനം ശ്രീ ഐറേനിയോ ആശന്റിയാൻഡോ, ഏഞ്ചൽ ഐൻസ്റ്റീൻ, അണിയറകൾ ശ്രീമതി എലിസബത്ത് മേരി, ശ്രീമതി എൽസി നയന, എൽസി ഐൻസ്റ്റീൻ, ശ്രീമതി കുമാരി ഐൻസ്റ്റീൻ, ആനോ ഡി ആൻഡോ. ശബ്ദ സാങ്കേതിക സഹായം വിളിച്ചു ശ്രീ ജോജോ, ശ്രീ ഷാ, ശ്രീ അപ്പു. Some dark and cold, there is a spirit who breaks a fire, ignites a candle and makes his home.
ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ നമുക്ക് നേരിടാനാവും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ലിടയനോട് അവതരിപ്പിച്ച ഈ ബൈബിൾ വിഷയാവിഷ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.